ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നാടകീയ രംഗങ്ങൾ. ബാലറ്റ് പേപ്പർ ഉയർത്തിക്കാട്ടിയ വിമത എംഎൽഎമാരുടെ വോട്ട് റദ്ദാക്കണമെന്ന് കോൺഗ്രസ്. വോട്ടെണ്ണൽ നീളുന്നു. കോൺഗ്രസ് ബിജെപി നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ. വിവരങ്ങളുമായി എം സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, ഇതിനോടകം തന്നെ റിസൾട്ട് വരേണ്ടതായിരുന്നു, പക്ഷേ അനിശ്ചിതാവസ്ഥ തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം സംസ്ഥാന കമ്മീഷന് ലഭിച്ചിട്ടുണ്ടോ? ദില്ലിയിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ യോഗങ്ങൾ? അരുൺ, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം അറിയാനായാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായുള്ള, അതായത് ബിജെപിയുടെയും കോൺഗ്രസിന്റെയും പ്രതിനിധി സംഘവുമായി 2 തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തി. 3-ാം തവണയും കമ്മീഷനെ കാണാൻ ശ്രമിച്ച പ്രതിനിധി സംഘത്തിന്റെ ശ്രമം പരാജയപ്പെടുകയാണ് ചെയ്തത്. വീണ്ടും കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് കമ്മീഷൻ അറിയിക്കുകയാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. യോഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാവുകയും വോട്ടെണ്ണൽ ആരംഭിച്ച് ഫലപ്രഖ്യാപനവും ഉണ്ടാകും. ഏതായാലും ഈ കോൺഗ്രസിൽ നിന്നും നേരത്തെ അകന്നു കഴിയുന്ന 2 വിമത എംഎൽഎമാർ ബിജെപി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതായി ബാലറ്റ് പേപ്പർ ഉയർത്തി കാണിച്ചതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഈ 2 വോട്ടുകൾ അസാധുവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തി. കോൺഗ്രസ് ആദ്യം റിട്ടേണിംഗ് ഓഫീസറോട് ഈ ആവശ്യം ഉന്നയിച്ചു. റിട്ടേണിംഗ് ഓഫീസർ തയ്യാറാകാത്തതിനെ തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയായിരുന്നു. അങ്ങനെയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം ആരംഭിച്ചത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ സമ്മർദ്ദ തന്ത്രവുമായി ബിജെപി കോൺഗ്രസ് നേതാക്കളെത്തി. ബിജെപിയുടെ മുതിർന്ന കേന്ദ്രമന്ത്രിമാർ അരുൺ ജെയ്റ്റ്ലിയും നിർമ്മല സീതാരാമനും രവിശങ്കർ പ്രസാദും മുക്താർ അബ്ബാസ് നഖ്വിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, മുതിർന്ന മന്ത്രിമാരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ 2 തവണ സന്ദർശിക്കുകയും ഈ കോൺഗ്രസിന്റെ പരാതി തള്ളിക്കളയണമെന്നും വോട്ടെണ്ണൽ ഉടൻ ആരംഭിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത്. അതേസമയം തന്നെ കോൺഗ്രസിന്റെയും പ്രതിനിധികൾ, മുതിർന്ന നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തെത്തുകയും പരാതി സ്വീകരിച്ചുകൊണ്ട് വോട്ടുകൾ അസാധുവാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. പരാതികൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം വീഡിയോ ദൃശ്യങ്ങളെല്ലാം തന്നെയും പരിശോധിച്ചതിന് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ അന്തിമ തീരുമാനമെടുക്കുന്നതിനായുള്ള യോഗം ഇപ്പോൾ ചേരുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം പുറത്തു വന്നാൽ പ്രത്യേകമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് പകരം റിട്ടേണിംഗ് ഓഫീസറെ ഈ കാര്യം അറിയിക്കുകയും റിട്ടേണിംഗ് ഓഫീസർ തുടർ നടപടികൾ സ്വീകരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ, അല്പസമയത്തിനകം തന്നെ എന്താണ് തിരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് വ്യക്തമാകും. അതേസമയം തന്നെ വളരെ കൗതുകരമായ മറ്റൊരു കാര്യം, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദില്ലിയിലെ ആസ്ഥാനത്തിന് പുറത്ത് ബിജെപിക്കാർ ലഡു വിതരണം നടത്തി എന്നുള്ളതാണ്. 3 സീറ്റുകളും വിജയിക്കും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസമാണ് ബിജെപിക്കുള്ളത്. അത്തരത്തിലുള്ള ആത്മവിശ്വാസമാണ് ആദ്യഘട്ടം മുതൽ പങ്കുവെക്കുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അഹമ്മദ് പട്ടേലിന്റെ നില ഒന്നും പറയാറായിട്ടില്ല. നില പരുങ്ങലിൽ തന്നെയാണ്. കാരണം ഈ വോട്ടുകൾ, കോൺഗ്രസിന്റെ വോട്ടുകൾ, എത്ര വോട്ടുകൾ മറുപക്ഷത്തേക്ക് പോയി എന്നുള്ള കാര്യം വ്യക്തമല്ല. അത്തരത്തിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ ബിജെപിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ബിജെപി നേതാക്കൾ ഉറച്ചു വിശ്വസിക്കുകയും പുറത്ത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള വിജയപ്രതീക്ഷ അവകാശപ്പെടാൻ കഴിയുകയും ചെയ്യില്ല. എങ്കിൽ കൂടിയും ആത്മവിശ്വാസം കൈവിടാതെ തന്നെ കോൺഗ്രസ് നേതാക്കൾ, അത് പ്രത്യേകിച്ചും അഹമ്മദ് പട്ടേലും വിജയിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. 45 എംഎൽഎമാരുടെ പിന്തുണയാണ് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ളത്. കോൺഗ്രസിന്റെ ഒപ്പമുള്ളത് 44 എംഎൽഎമാർ മാത്രമാണ്. പിന്നീട് ഒരു NCP അംഗത്തിന്റെ വോട്ടും ഒരു JDU അംഗത്തിന്റെ വോട്ടും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ സംഭവിച്ചാൽ വോട്ടുകൾ അസാധുവാകാതിരിക്കുകയും നോട്ടയ്ക്ക് പോകാതിരിക്കുകയും വോട്ടുകൾ ബിജെപിയിലേക്ക് പോകാതിരിക്കുകയും ചെയ്താൽ അഹമ്മദ് പട്ടേലിന് വിജയിക്കാൻ കഴിയും. എന്നാൽ ബിജെപി അവകാശപ്പെടുന്നത് ഈ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന 44 അംഗങ്ങളിൽ നിന്ന് തന്നെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ബിജെപിയുടെ 3 സ്ഥാനാർത്ഥികളും വിജയിക്കുകയും ചെയ്യും. ഏതായാലും രാവിലെ മുതൽക്ക് തന്നെ ഇത് സംബന്ധിച്ച്, അതായത് രാജ്യസഭാ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഉദ്യോഗജനകമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ഗുജറാത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവചനാതീതമായ ഫോട്ടോ ഫിനിഷിലേക്ക് ഫലം നീങ്ങുകയായിരുന്നു. അതിനിടയിലാണ് വിവാദമുണ്ടാവുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമക്ഷം ഈ വിഷയം എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം പ്രതീക്ഷിക്കാം. അരുൺ. സന്തോഷ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മെഡിക്കൽ കോഴയ്ക്ക് പിന്നാലെ ജൻ ഔഷധിശാലയുടെ പേരിലും ബിജെപി നേതാക്കളുടെ വെട്ടിപ്പ്. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ ചെയർമാനായി സൈൻ എന്ന സംഘടന രൂപീകരിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത്. അപേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് ഫർണിഷിംഗിനും മറ്റുമായി ലക്ഷങ്ങളാണ് വാങ്ങുന്നത്. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ദിലീഷ് ജോൺ എന്നയാളുടെ പരാതിയിൽ CBI പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചു. പാവപ്പെട്ടവർക്ക് 50% വിലക്കിഴിവിൽ ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറുകൾ ആരംഭിച്ചത്. ഇതിന്റെ മറവിൽ കേരളത്തിൽ സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് നേഷൻ സൈൻ എന്ന സംഘടന രൂപീകരിച്ച് തട്ടിപ്പ് നടത്തുന്നതായി പരാതി നിലയിരിക്കുന്നത്.
BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ ചെയർമാനായ ഈ സംഘടന കോടികൾ തട്ടുന്നുവെന്ന് ആരോപിച്ചാണ് അഡ്വക്കേറ്റ് ദിലീഷ് ജോൺ എന്നയാൾ കൊച്ചി CBI യൂണിറ്റിൽ പരാതി നൽകിയത്. പരാതിയിൽ CBI പ്രാഥമിക അന്വേഷണം തുടങ്ങി. കോടികളെ തട്ടിപ്പാണ് ഇതിന് പിന്നിൽ നടക്കുന്നതെന്ന് പരാതിക്കാരൻ ആരോപിച്ചു. സൊസൈറ്റി ഫോർ ഇൻ്റഗ്രേറ്റഡ് നേഷൻ എന്നുള്ള പേരിൽ ഒരു സൊസൈറ്റി രൂപവൽക്കരിച്ചിട്ട് ആ സൊസൈറ്റിയുടെ ചെയർമാനായിരിക്കുന്ന AN രാധാകൃഷ്ണൻ കേന്ദ്രത്തിൽ സ്വാധീനം ചെലുത്തി 108ഓളം വരുന്ന ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറുകൾ നേടിയെടുക്കുകയാണുണ്ടായത്. ഇതിനുശേഷം അത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ വിറ്റ് ഈ ജൻ ഔഷധിയുടെ മെഡിക്കൽ സ്റ്റോറുകൾ വിറ്റ് 22ഓളം മെഡിക്കൽ സ്റ്റോറുകൾ വിൽക്കുകയാണ് ഉണ്ടായത്. ഇതിനെല്ലാം പുറമെ ഈ ജൻ ഔഷധിയുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ ഫർണിഷിംഗ് നടത്തണം എന്നുള്ള പേരിൽ 3.5 ലക്ഷത്തോളം രൂപ ഓരോ വ്യക്തികളിൽ നിന്നും കളക്ട് ചെയ്ത് അത് ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ട് വഴിയും അല്ലാതെയും കളക്ട് ചെയ്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. ബ്യൂറോ ഓഫ് ഫാർമ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഓഫ് ഇന്ത്യ BPPIയിൽ അപേക്ഷ നൽകിയാണ് 108 ഔഷധിശാലകൾ നിർമ്മിക്കാൻ സൈൻ അനുമതി തേടിയത്. സർക്കാർ അക്കൗണ്ടാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇടപ്പള്ളിയിലെ ഫെഡറൽ ബാങ്കിലേക്കാണ് പണം അടപ്പിക്കുന്നതും. കൂടാതെ വാർഷിക വരുമാനത്തിന്റെ 2% സൊസൈറ്റിക്ക് നൽകണമെന്നും ഇവർ വ്യവസ്ഥ ചെയ്യുന്നു. കേന്ദ്ര പദ്ധതി വിപുലീകരിക്കാൻ എന്ന പേരിലാണ് സംസ്ഥാന BJP നേതാക്കൾ ഇത്തരത്തിൽ കടലാസ സംഘടനകൾ സ്ഥാപിച്ച് വൻ തട്ടിപ്പ് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. BJP സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയ മെഡിക്കൽ കോളേജ് കോഴ അഴിമതി സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ വിജിലൻസിന് മുന്നിൽ BJP നേതാക്കൾ ഇന്ന് ഹാജരാകില്ല. വിജിലൻസിന് മുന്നിൽ ഇന്ന് ഹാജരാകും എന്ന് അറിയിച്ചുവെങ്കിലും BJP സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം BJP വൈസ് പ്രസിഡന്റ് KP ശ്രീശൻ, സംസ്ഥാന സെക്രട്ടറി AK നസീർ എന്നിവർ അസൗകര്യം മൂലം മൊഴി നൽകാൻ എത്തില്ല എന്ന് അറിയിക്കുകയായിരുന്നു. എന്നാൽ അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത് എന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. അതേസമയം ഈ മാസം 22-ന് ഹാജരാകണമെന്നും ഇനിയൊരു അവധി നൽകില്ല എന്നും വിജിലൻസ് ഇവരെ അറിയിച്ചിട്ടുണ്ട്. BJP സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയ മെഡിക്കൽ കോളേജ് അഴിമതി സംബന്ധിച്ച് നടക്കുന്ന വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഹാജരാകണമെന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് BJP അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായ BJP വൈസ് പ്രസിഡന്റ് KP ശ്രീശൻ, സംസ്ഥാന സെക്രട്ടറി AK നസീർ എന്നിവർ ഇന്ന് വിജിലൻസിന് മുന്നിൽ ഹാജരാകുമെന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ ചില അസൗകര്യങ്ങൾ മൂലം ഇന്ന് ഹാജരാകാൻ കഴിയില്ലെന്ന് ഇവർ അറിയിക്കുകയായിരുന്നു. അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നതെന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. അതേസമയം ഈ മാസം 22-ന് ഹാജരാകണമെന്നും ഇനിയൊരു അവധി നൽകില്ലെന്നും വിജിലൻസ് ഇവരെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഹാജരാകാനിരുന്ന ഇവരെ BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരന്റെ ആവശ്യപ്രകാരം എല്ലാവരും ചേർന്ന് ചർച്ച ചെയ്തതിനു ശേഷം ഹാജരായാൽ മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇതിനിടെ BJP അധ്യക്ഷൻ കുമ്മനം രാജശേഖരനെ ഈ മാസം 21-നും സതീഷ് നായരെ 24-നും വിജിലൻസിന് മുന്നിൽ ഹാജരായി മൊഴി നൽകണമെന്ന് കാട്ടി വിജിലൻസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മെഡിക്കൽ കോഴ അഴിമതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലെ കാര്യങ്ങൾ വിശദീകരിക്കരുതെന്നും അഴിമതി RS വിനോദിന്റെ തലയിൽ മാത്രം കെട്ടിവെച്ചാൽ മതിയെന്നും AK നസീറിനും KP ശ്രീശനും നേരത്തെ തന്നെ നേതാക്കളുടെ നിർദ്ദേശമുണ്ടായിരുന്നു. കോളേജ് ഉടമയായ ഷാജി പണം നൽകിയത് വിദ്യാഭ്യാസ കൺസൾട്ടൻസിക്കാണ്. മറ്റ് പണമിടപാട് നടന്നിട്ടില്ല. സതീഷ് നായർക്ക് പണം നൽകിയതും കൺസൾട്ടൻസി എന്ന നിലയിലാണ്. തുടങ്ങിയ കാര്യങ്ങൾ മൊഴി നൽകണമെന്നായിരുന്നു ഇവരോട് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നത്. ഈ സാഹചര്യത്തിൽ നേതാക്കൾ പറഞ്ഞ കാര്യങ്ങളാകും KP ശ്രീശനും AK നസീറും വരും ദിവസങ്ങളിലും വിജിലൻസിന് മുന്നിൽ മൊഴിയായി നൽകുക. റിനൂസ് ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BJP അധ്യക്ഷൻ കുമ്മനത്തിന്റെ ദില്ലിയിലെ PRO സതീഷ് നായർക്കെതിരെ വീണ്ടും പരാതി. പത്തനംതിട്ടയിലുള്ള സെന്റ് ഗ്രിഗോറിയോസ് മെമ്മോറിയൽ സെന്റ് ജോൺസ് എഡ്യൂക്കേഷണൽ ആൻഡ് സോഷ്യൽ ട്രസ്റ്റാണ് BJP കോഴ അന്വേഷിക്കുന്ന വിജിലൻസിന് പരാതി നൽകിയത്. പത്തനംതിട്ടയിൽ പുതിയ കോഴ്സിനുള്ള അനുമതി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ സതീഷ് നായർ തട്ടിയത് 18 ലക്ഷം രൂപയാണ് എന്ന് പരാതിയിൽ പറയുന്നു. BJPയുടെ മെഡിക്കൽ കോഴ വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പത്തനംതിട്ടയിലും വർഷങ്ങൾക്ക് മുമ്പേ സതീഷ് നായർ നടത്തിയ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവത്തിൽ പണം നഷ്ടപ്പെട്ട കോളേജ് അധികൃതർ രേഖാമൂലം പരാതി നൽകിയത്. കോഴ കേസ് അന്വേഷിക്കുന്ന സംസ്ഥാന വിജിലൻസ് SP ജയകുമാറിന് മുമ്പാകെ സെന്റ് ഗ്രിഗോറിയസ് മെമ്മോറിയൽ സെന്റ് ജോൺസ് എഡ്യൂക്കേഷണൽ ആൻഡ് സോഷ്യൽ ട്രസ്റ്റ് സെക്രട്ടറി മേഴ്സി ജോണാണ് പരാതിക്കാരി. AICTയിൽ നിന്നും MBA MCA കോഴ്സുകൾക്ക് അനുമതി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ സതീഷ് നായർ 18 ലക്ഷം രൂപ വാങ്ങിയെന്നും ഇതിൽ 8 ലക്ഷം രൂപ അക്കൗണ്ട് വഴിയും 10 ലക്ഷം രൂപ കയ്യിൽ വാങ്ങുകയുമാണ് ചെയ്തതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. 8 ലക്ഷം രൂപ നൽകിയതിന് SBIയുടെ നോയിഡ ബ്രാഞ്ചിലെ സ്വന്തം അക്കൗണ്ടിന്റെ ചെക്ക് സതീഷ് നായർ കോളേജ് അധികൃതർക്ക് ഒപ്പിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. പണം വാങ്ങുകയും പറഞ്ഞ കാര്യം നടപ്പിലാക്കി തരാതിരിക്കുകയും ചെയ്തപ്പോൾ പത്തനംതിട്ട കോടതിയിൽ മാനേജ്മെന്റ് നേരത്തെ പരാതി നൽകുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ സതീഷ് നായർക്ക് ഹാജരാകാൻ കോടതി നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നെങ്കിലും സതീഷ് നായർ ഇതുവരെയും ഹാജരായിട്ടില്ല. ബിജേഷ് നടുവിൽ, പത്തനംതിട്ട. പിരിവിനു വേണ്ടി കച്ചവടക്കാരനെ ഭീഷണിപ്പെടുത്തിയ കൊല്ലത്തെ BJP ജില്ലാ നേതാവ് സുഭാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭീഷണിപ്പെടുത്തിയതിനും പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതിനുമാണ് കേസ്. ഭീഷണിക്കിരയായ കച്ചവടക്കാരൻ ഇന്നലെ ചവറ പോലീസിൽ പരാതി നൽകിയിരുന്നു. രാജ്കുമാർ കൊല്ലത്ത് നിന്ന്. രാജ്കുമാർ, മറ്റു വിവരങ്ങൾ കൂടി. സുഭാഷ് ഇപ്പോൾ ചവറ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അതേസമയം സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യത്തിൽ വിടാനുള്ള സാധ്യതയും ഏറെയാണ്. എന്തായാലും ഈ പരാതിക്കാരനായ വ്യാപാരി മനോജിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനോജിൽ നിന്ന് ഇതിന്റെ ശബ്ദരേഖയും മറ്റും യഥാർത്ഥ ശബ്ദരേഖയും മറ്റും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സൈബർ ആക്ട് പ്രകാരമാണ് കേസ് എന്നതിനാലാണ് കൂടുതൽ സാങ്കേതിക തെളിവുകൾ പോലീസ് ഇപ്പോൾ ശേഖരിക്കുന്നത്. ഇയാൾ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്ന മൊഴി ഇപ്രകാരമാണ്. താൻ വികാരഭരിതനായി സംസാരിച്ചു പോയതാണ്, അപ്പോഴത്തെ ഒരു ആവേശത്തിന് പറഞ്ഞു പോയതാണ്, അല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇത് നാളെ തന്നെ കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിക്കും. കോവളം കൊട്ടാരം എം വിൻസെന്റ് വിഷയങ്ങൾ മുൻനിർത്തി KPCC അധ്യക്ഷൻ MM ഹസന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ വിമർശനം. കോവളം കൊട്ടാരം വിട്ടു നൽകിയപ്പോൾ പാർട്ടി പ്രതികരിക്കാൻ വൈകി എന്നായിരുന്നു വിമർശനം. കോവളം കൊട്ടാരം രവിപിള്ളയുടെ RP ഗ്രൂപ്പിന് വിട്ടു നൽകിയപ്പോൾ KPCC വിഷയത്തിൽ ഇടപെട്ട് പ്രതികരിക്കാൻ വൈകിയെന്ന വിമർശനമാണ് രാഷ്ട്രീയകാര്യ സമിതിയിലെ മുതിർന്ന അംഗങ്ങൾ ഉന്നയിച്ചത്. കൊട്ടാരം വിട്ടു നൽകിയതിനെതിരെ സമരം ശക്തമാക്കണമെന്നും സമിതിയിൽ അഭിപ്രായമുയർന്നു. സമരം ഏറ്റെടുക്കാൻ വൈകിയെന്ന് പരസ്യമായി MM ഹസൻ വാർത്താസമ്മേളനം വിളിച്ചു പറയണമെന്ന് M ലിജു, VD സതീശൻ എന്നിവർ രാഷ്ട്രീയകാര്യ സമിതിയിൽ ആവശ്യപ്പെട്ടു. M വിൻസെന്റിനെ അറസ്റ്റ് ചെയ്തപ്പോഴും പ്രതികരണം വൈകിപ്പോയെന്ന് വിമർശനം ഉന്നയിക്കപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും കടുപ്പിക്കണമെന്ന പൊതു ആവശ്യമാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉയർന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജേക്കബ് തോമസിനെതിരെ CAG റിപ്പോർട്ട്. തുറമുഖ ഡയറക്ടറായിരിക്കെ നടത്തിയ പ്രവർത്തനങ്ങളിലാണ് CAG ക്രമക്കേട് കണ്ടെത്തിയത്. തുറമുഖ ഡയറക്ടറേറ്റ് കെട്ടിടം നിർമ്മിച്ചത് നഗരസഭയുടെ അനുമതി വാങ്ങാതെയാണ്. ഇതിലൂടെ 2.4 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. സൗരോർജ്ജ പാനലുകൾ സ്ഥാപിച്ചതിലും കൊടുങ്ങല്ലൂർ തുറമുഖ സിഗ്നൽ സ്റ്റേഷൻ നവീകരണത്തിലും CAG ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. 2009 മുതൽ 2014 വരെ തുറമുഖ ഡയറക്ടറായിരുന്നപ്പോൾ ജേക്കബ് തോമസ് നടത്തിയ പ്രവർത്തനങ്ങളിലാണ് CAG ക്രമക്കേട് കണ്ടെത്തിയത്. പ്രധാനമായും തിരുവനന്തപുരം വലിയതുറയിൽ തുറമുഖ ഡയറക്ടറേറ്റിനുള്ള കെട്ടിട നിർമ്മാണത്തിൽ നഗരസഭാ സെക്രട്ടറിയുടെ അനുമതി തുറമുഖ ഡയറക്ടർ വാങ്ങിയില്ലെന്ന് CAG ഓഡിറ്റിൽ വിമർശിക്കുന്നു. ഇത് കാരണം 2.4 ലക്ഷം രൂപയാണ് നഷ്ടമുണ്ടായത്. PWD മാനുവൽ പ്രകാരമുള്ള ശരിയായ പ്രായോഗിക പഠനം നടത്താതെയാണ് സ്ഥലം കണ്ടെത്തിയതെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഇതിന്റെ ഫലമായി 1.93 കോടി ചെലവിട്ട് നിർമ്മിച്ച ഡയറക്ടറേറ്റ് കെട്ടിടം ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയറക്ടറേറ്റിലും തുറമുഖ കാര്യാലയങ്ങളിലും സൗരോർജ്ജ പാനൽ സ്ഥാപിച്ചതിലും CAG ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. 82 ലക്ഷം ചെലവിട്ട് 11 തുറമുഖ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ച 11 സൗരോർജ്ജ പാനലുകളിൽ 9 പ്രവർത്തനക്ഷമമായിട്ടില്ല. വലിയതുറ, വിഴിഞ്ഞം, അഴീക്കൽ, ബേപ്പൂർ എന്നീ 4 തുറമുഖങ്ങളിൽ സൗരോർജ്ജ പാനൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി നൽകിയ 35 ലക്ഷം വകമാറ്റിയതായും CAG വിമർശിക്കുന്നു. കൊടുങ്ങല്ലൂരിൽ സിഗ്നൽ സ്റ്റേഷന് പകരം നിർമ്മിച്ചത് കോൺഫറൻസ് ഹാളായിരുന്നു. 56.21 ലക്ഷത്തിന്റെ കരാർ കിറ്റ്കോയെ ഏൽപ്പിച്ചതും സർക്കാരിനെ അറിയിക്കാതെ. സർക്കാരിന്റെ തെറ്റായ വസ്തുത കാട്ടി തുറമുഖ ഡയറക്ടർ വഴിതെറ്റിച്ചെന്നും CAG പറയുന്നു. അനർട്ടിൽ നിന്നും സാക്ഷ്യപത്രം വാങ്ങാത്തതിനാൽ ഉപകരണങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനായില്ലെന്നും CAG വ്യക്തമാക്കുന്നു. ഇതോടെ ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തലുകളാണ് CAG ശരിവയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CAG റിപ്പോർട്ടിൽ പ്രതികരണവുമായി ജേക്കബ് തോമസ്. വിശദീകരണം നൽകേണ്ടത് VS-ഉം അന്നത്തെ വകുപ്പ് മന്ത്രിയുമാണ് എന്ന് ജേക്കബ് തോമസ്. വിജിലൻസ് മേധാവിയായിരുന്നതുകൊണ്ടാണ് തനിക്ക് ശത്രുക്കൾ ഉണ്ടായത് എന്നും ജേക്കബ് തോമസ് പ്രതികരിച്ചു. ഈ കപ്പലോടിക്കാൻ അറിയാത്ത ജേക്കബ് തോമസിനെ അവിടെ പോസ്റ്റ് ചെയ്ത ആളോടാണ് ആദ്യം ചോദിക്കേണ്ടത്. ഇവരൊക്കെയാണ് അതിന് ഉത്തരം പറയേണ്ടത്. അന്ന് അവിടെ ബിൽഡിംഗ് പണിയാൻ വേണ്ടി കല്ലിട്ടത് അന്നത്തെ മുഖ്യമന്ത്രിയാണ്. കല്ലിട്ട് പണി തുടങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പണി നടത്തുക എന്നുള്ളത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിന്റെ റിമാൻഡ് കാലാവധി ഈ മാസം 22 വരെ നീട്ടി. അങ്കമാലി കോടതിയാണ് ദിലീപിന്റെ റിമാൻഡ് നീട്ടിയത്. വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് ദിലീപിനെ കോടതിയിൽ ഹാജരാക്കിയത്. അതേസമയം മാഡം ഉണ്ട് എന്നത് കെട്ടുകഥയല്ല എന്ന് പൾസർ സുനി പറഞ്ഞു. സിനിമാ രംഗത്തുള്ള ആളാണ് മാഡമെന്നും കുന്നംകുളം കോടതിയിൽ ഹാജരാക്കവേ സുനി മാധ്യമങ്ങളോട് പറഞ്ഞു. റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് ദിലീപിനെ വീഡിയോ കോൺഫറൻസിംഗ് വഴി അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയത്. പരാതിയൊന്നുമില്ലെന്ന് ദിലീപ് അറിയിച്ചതിനെ തുടർന്ന് റിമാൻഡ് കാലാവധി കോടതി ഈ മാസം 22 വരെ നീട്ടുകയായിരുന്നു. കോടതി സമയം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ വെച്ചായിരുന്നു വീഡിയോ കോൺഫറൻസിംഗ് നടപടികൾ പൂർത്തിയാക്കിയത്. ആലുവ സബ് ജയിലിൽ കഴിയുന്ന ദിലീപ് അഡ്വക്കേറ്റ് B രാമൻപിള്ള മുഖേന നാളെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. അങ്കമാലി കോടതിയും ഹൈക്കോടതിയും നേരത്തെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നെങ്കിലും പുതിയ സാഹചര്യത്തിൽ തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ദിലീപ് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അതേസമയം മാഡം എന്നത് കെട്ടുകഥയല്ലെന്ന് പൾസർ സുനി പറഞ്ഞു. സിനിമാ രംഗത്തുള്ളയാളാണ് മാഡമെന്നും സുനി സൂചിപ്പിച്ചു. ബൈക്ക് മോഷണക്കേസുമായി ബന്ധപ്പെട്ട കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമ്പോഴായിരുന്നു സുനി മാധ്യമങ്ങളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മേഡം കെട്ടുകഥയല്ല കേട്ടാ, മേഡമൊക്കെ വരും.
അതെ ആരാ സിനിമ രംഗത്ത് തന്നെ നടിയാണോ സിനിമ നടിയാണോ ഞാൻ പറഞ്ഞില്ലേ 16-ാം തീയതി മാഡം ആരാണെന്നത് ആലുവയിൽ കിടക്കുന്ന VIP പറയട്ടെയെന്നും VIP പറഞ്ഞില്ലെങ്കിൽ ഈ മാസം 16 വരെ കാത്തിരിക്കുമെന്നും സുനി മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ, കൊച്ചി. മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ്. 81.91% പോളിംഗ്. തെരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു. അക്രമ സംഭവങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 36,330 വോട്ടർമാരിൽ 30,122 പേരാണ് മട്ടന്നൂർ നഗരസഭയിൽ വോട്ട് രേഖപ്പെടുത്തിയത്. 82.91% പോളിംഗ് രേഖപ്പെടുത്തി. കഴിഞ്ഞ തവണ 82% പോളിംഗ്. ഏറ്റവും കൂടുതൽ പോളിംഗ് 34-ാം വാർഡായ മാറ്റടിയിലും ഏറ്റവും കുറവ് 31-ാം വാർഡായ മിനി നഗറിലുമാണ് രേഖപ്പെടുത്തിയത്. രാവിലെ ശക്തമായ മഴ പെയ്തെങ്കിലും പിന്നീട് കാലാവസ്ഥ അനുകൂലമായി. ദേവർക്കാവിൽ വോട്ടിംഗ് യന്ത്രം അരമണിക്കൂർ കേടായെങ്കിലും പിന്നീട് പ്രശ്നം പരിഹരിച്ചു. എവിടെയും അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 35 വാർഡുകളിലേക്ക് LDF, UDF, BJP, SDPI സ്ഥാനാർത്ഥികളായി 112 പേരാണ് മത്സരരംഗത്തുണ്ടായത്. കനത്ത പോളിംഗോടെ മട്ടന്നൂരിലെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. എവിടെയും അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ശാന്തവും സമാധാനപൂർണവുമായിരുന്നു ഇന്നത്തെ തെരഞ്ഞെടുപ്പ്. മട്ടന്നൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. പാലക്കാട് ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ ആനയെ കാട്ടിലേക്ക് തിരിച്ചു കയറ്റാനുള്ള ശ്രമം പരാജയം. ഭാരതപ്പുഴയുടെ കരയിൽ ഒറ്റപ്പാലം പാലപ്പുറത്തിനടുത്ത് ജനവാസ കേന്ദ്രത്തിൽ തന്നെ ആന നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആനയെ കാട്ടിലേക്ക് എങ്ങനെ തിരികെ കയറ്റുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വമാണ്. കാട്ടാനക്കൂട്ടം ജനവാസ കേന്ദ്രത്തിൽ തന്നെ തുടരുന്നത് വലിയ രീതിയിലുള്ള ഭീതിയാണ് ഉണ്ടാക്കുന്നത്. നേരത്തെ ഭാരതപ്പുഴയിലിറങ്ങി നിലയുറപ്പിച്ച കാട്ടാനക്കൂട്ടം തൃശൂർ കൂത്താമ്പള്ളി ഭാഗത്ത് കയറിയിരുന്നു. പിന്നീട് തിരികെ പുഴ കടന്ന് ഒറ്റപ്പാലം പാലപ്പുറം ഭാഗത്തെ ജനവാസ കേന്ദ്രത്തിലേക്കാണ് കാട്ടാനക്കൂട്ടം നീങ്ങിയത്. ജനവാസ കേന്ദ്രത്തിൽ നിന്നും ആനയെ മുണ്ടൂരിലെ വനമേഖലയിലെത്തിക്കാനാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രമം. പടക്കം പൊട്ടിച്ച് ആനയെ കാടുകയറ്റാനുള്ള ശ്രമമാണ് ദിവസങ്ങളായി നടക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് മാങ്കുരിശി ജനവാസ കേന്ദ്രത്തിൽ കണ്ട കാട്ടാനക്കൂട്ടം പെരിങ്ങോട്ടുകുരിശിയിലെത്തി ഒറ്റപ്പാലം പാറപ്പുറത്തെത്തി ഭാരതപ്പുഴയിലെത്തുകയായിരുന്നു. വനമേഖലയിൽ നിന്ന് കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് കാട്ടാനക്കൂട്ടമെത്തിയാൽ ജനവാസ കേന്ദ്രത്തിലൂടെ കാട്ടാനക്കൂട്ടത്തെ തിരികെ കാടുകയറ്റുക ശ്രമകരമാണ്. ഒന്നിലധികം ആനകളുള്ളതിനാൽ മയക്കുവെടി വെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പ്രായോഗികമല്ലെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. പരിശീലനം ലഭിച്ച കുങ്കിയാനകളെ കൊണ്ടുവരുന്നതിന്റെ സാധ്യത വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. മുണ്ടൂർ, മലമ്പുഴ പ്രദേശങ്ങളിൽ മാസങ്ങളായി കാട്ടാനശല്യം രൂക്ഷമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊല്ലത്ത് ചികിത്സ കിട്ടാത്ത തമിഴ്നാട് സ്വദേശി മരിച്ച സംഭവത്തിൽ 5 ആശുപത്രി അധികൃതർക്ക് പോലീസ് നോട്ടീസ് നൽകി. ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ചോദ്യം ചെയ്യും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിട്ടുള്ളത്. ആശുപത്രികൾക്കെതിരെ നടപടി വേണമെന്നും അർഹമായ നഷ്ടപരിഹാരം വാങ്ങി നൽകണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. കൊല്ലത്തെ മെഡിസിറ്റി, മെഡിട്രീന, അസീസിയ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, SUT റോയൽ എന്നീ ആശുപത്രികൾക്കെതിരെയാണ് പോലീസ് കേസ്. ഈ ആശുപത്രികളിലെ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും പോലീസ് ചോദ്യം ചെയ്യും. CCTV ഉൾപ്പെടെയുള്ള രേഖകളും പരിശോധിക്കും. അതേസമയം നഷ്ടപരിഹാരം വാങ്ങി നൽകാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. காவல்துறை தக்க நடவடிக்கை எடுத்து இழப்பீடு தொகை தான் எதிர்பார்க்காங்க. இந்த விபத்து தொகை, இன்சூரன்ஸ் தொகையை எதிர்பார்க்காங்க. വേറെ എന്ത് വരുമാനവും கிடையாது. ഭാര്യ മുരുകമ്മാളും മകൻ ഗോകുലും മൃതദേഹം ഏറ്റുവാങ്ങാൻ എത്തിയിരുന്നു. കൊല്ലം ADM ആശുപത്രിയിലെത്തി നടപടികൾക്ക് നേതൃത്വം നൽകി. കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോസ്റ്റ്മോർട്ടത്തിനും തുടർന്ന് മൃതദേഹം തിരുനെൽവേലിയിലെ നാട്ടിലെത്തിക്കുന്നതിനും ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് വിട്ടുകൊടുത്തു. കൂടാതെ CPIMന്റെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകർ ചേർന്ന് 20,000 രൂപ ശേഖരിച്ച് മുരുകന്റെ ഭാര്യയ്ക്ക് കൈമാറി. അതേസമയം മുരുകന്റെ ബന്ധുക്കൾ ആംബുലൻസ് ആവശ്യപ്പെട്ടിരുന്നില്ലെന്ന് ജില്ലാ ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ.